രഞ്ജിത്ത്, CPM ഇനിയും പാഠം പഠിച്ചിട്ടില്ല. നോക്കൂ, നമ്മൾ അന്ന് ED റെയ്ഡിന് വന്നപ്പോൾ കണ്ടതാണ്. 25 പേർ പാർട്ടിയുടെ പ്രധാനപ്പെട്ട തിരുവനന്തപുരം നഗരത്തിലുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട 25 പേർ ജയിലിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവർ എന്ന് പുറത്തിറങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. കാരണം EDയെ ആക്രമിക്കുന്ന കേസുകളിലൊക്കെ പുറത്തു വരൽ അത്ര എളുപ്പമല്ലല്ലോ. ഇനിയും വരാൻ പോകുകയാണ് സമര പരമ്പരകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർക്ക് യാഥാർത്ഥ്യബോധം വരുന്നില്ലേ? പിന്നെ നീലിമ, നമ്മളതിനകത്ത് CPMനെ കുറിച്ച് ഇതിനപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാര്യം ബുദ്ധിശൂന്യരായിട്ടുള്ള കുറേ സഖാക്കന്മാരാണ് ഈ CPMന്റെ ഈ സമരം നടത്താൻ പോകുന്നവർ. ഇപ്പോൾ മനോജിനെ ആക്രമിച്ചു എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണം? അതായത് പാർട്ടി ഓഫീസ് കഴിഞ്ഞ 5-6 വർഷക്കാലമായി ഇവർ കയ്യിൽ വച്ചിരിക്കുന്നു. അവിടെ മദ്യപാനമടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നു. ഇനിയിപ്പോൾ അതിനപ്പുറത്തേക്കുള്ള തോന്നിയ മാസങ്ങൾ ഉണ്ടാവോ ഇല്ലെന്ന് നമുക്കറിയില്ല. എന്താണ് ഇന്നും അവർ പറയുന്നത്? RCCയിലും മെഡിക്കൽ കോളേജിലും പൊതിച്ചോറ് കൊടുക്കുന്നതാണ് ഈ DYFIയുടെ SFIയുടെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനം. ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അപ്പോൾ ജനങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ CPMൻ്റേത്. അതുകൊണ്ട് ഇതല്ല, ഇതിനപ്പുറവും ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം എന്താണ്? പിണറായി വിജയൻ്റെ സർക്യൂട്ടും അല്ലെങ്കിൽ പിണറായി വിജയന്റെ ചുറ്റി നിൽക്കുന്ന കുറെ ആൾക്കാരും ചേർന്ന് ഉപഗ്രഹങ്ങൾ. അവർക്ക് പിണറായി ആർക്ക് വേണ്ടിയാണ് പണിയെടുത്തത്? മകൾക്ക് വേണ്ടിയും മരുമകന് വേണ്ടി. അപ്പോൾ അതിനെ ജനങ്ങൾ ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്തു. അതിനെതിരായിട്ടുള്ള ജനവികാരമുണ്ടായി. ഇത് അംഗീകരിക്കാൻ ഇപ്പോഴും പാർട്ടിക്ക് കഴിയുന്നില്ല. പിണറായി വിജയനെതിരെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ ഏരിയ സമ്മേളനങ്ങളിലൊക്കെ തന്നെ വിമർശനങ്ങൾ വരുന്നു. ഈ വിമർശനങ്ങൾ ഒരിക്കലും പാർട്ടി അംഗീകരിക്കുന്നില്ല. ഈ വിമർശനങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ ഈ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റിയിലോ ജില്ലാ സെക്രട്ടേറിയറ്റിലോ ജില്ലാ കമ്മിറ്റിയിലോ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം നീലിമയ്ക്ക് അറിയാമല്ലോ പാർട്ടിയുടെ CPMൻ്റെ ഒരു സംഘടനാ രീതി. അതായത് ഏരിയ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ സമ്മേളനങ്ങൾ, ആ ലോക്കൽ സമ്മേളനങ്ങളിലെ റിപ്പോർട്ടുകൾ, ഏരിയ കമ്മിറ്റിയിലെ റിപ്പോർട്ടുകൾ, ഏരിയ സമ്മേളന റിപ്പോർട്ടുകൾ, അതൊക്കെ തന്നെ ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യണമല്ലോ. എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതെ, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ഇത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന വാർത്തകൾ മാത്രമാണ്. പിണറായി വിജയനെ പാർട്ടിക്കാർ പോലും വെറുത്തിരിക്കുന്നു. CPMൻ്റെ സോ കോൾഡ് കോർ പാർട്ടിക്കാർ പോലും വെറുത്തിരിക്കുന്നു. പിണറായി വിജയൻ ഒന്ന് പാർട്ടിയിൽ പുറത്തു പോയാൽ മതി എന്ന ചിന്ത വന്നിരിക്കുന്നു. അവിടെ അംഗീകരിക്കാൻ പറ്റാത്തത് ആർക്കാണ്? പാർട്ടിയിലെ ഈ നേതാക്കന്മാർക്ക് മാത്രമാണ്. GS സുധാകരനെ, കുഞ്ഞികൃഷ്ണനെ ഒക്കെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചല്ലോ. ജനങ്ങളുടെ വികാരം എന്തായിരുന്നു? ജനങ്ങൾ CPMനെതിരായിട്ടുള്ള ജനവിധി നടത്തി. അത് അംഗീകരിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ അവർ ചെയ്യേണ്ടത് ഈ ജനവിധി മാനിക്കുകയാണ്. ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ മാന്യത എന്നുള്ളത് അത് അംഗീകരിക്കാൻ CPM പറ്റുന്നില്ല. അവരുടെ TPയെ വെട്ടിക്കൊന്ന പോലെ 51-61 വെട്ടി അടുത്ത് 1-2 രക്തസാക്ഷികളെ കൊല്ലാനുള്ള രീതിയിലുള്ള മാനസികാവസ്ഥയിലേക്ക് തയ്യാറെടുക്കുകയാണ്. അതാണ് ഇന്നിപ്പം TV റിപ്പോർട്ടിനെതിരെ പോലും ഉണ്ടായ. അത് മാത്രമല്ല, ED റെയ്ഡിനിടെ നടന്ന സംഭവം പോലും അത്തരത്തിലൊരു സംശയം നിലനിൽക്കുകയാണ്. കാരണം കേന്ദ്രസേനയാണല്ലോ EDക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി അവരുടെ കൂടെ വന്നത്. ഇത്ര വലിയൊരു ജനക്കൂട്ടത്തെ ഇളക്കി വിട്ടുകൊണ്ട് അവർ വലിയ ആക്രമണത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു വെടിവെപ്പുണ്ടായി 1-2 പേർ രക്തസാക്ഷികളായി പാർട്ടിക്ക് കിട്ടണമെന്നുള്ള വലിയ ഗൂഢമായ ഒരു ആഗ്രഹം അന്ന് ED റെയ്ഡിനിടെ ഉണ്ടായി എന്നുള്ള സംശയമൊക്കെ. അതെ, ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇങ്ങനെ രക്തസാക്ഷികളെ സൃഷ്ടിക്കൽ CPMന്റെ ഒരു നിരന്തര ശൈലിയാണല്ലോ.